വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലൊരു മഴ അങ്ങ് പെയ്തു കേട്ടോ. ഉച്ച മുതലേ മഴക്കാറെടുത്ത് നിൽക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതങ്ങ് പെയ്തൊഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കി നിന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു, കൂടാതെ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കാപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ട് കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാനോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴയൊക്കെ അല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് തേങ്ങയൊക്കെ അങ്ങോട്ട് തിരുമ്മി എടുക്കുവാണെങ്കിൽ തേങ്ങ അങ്ങോട്ട് തിരുമ്മി വാങ്ങിച്ചിട്ട് വെച്ചിട്ട് മാവും അങ്ങ് കുഴച്ചെടുത്തു അടയുണ്ടാക്കാനായിട്ട് കേട്ടോ. അട അല്ല ഇലയപ്പം എന്നൊക്കെ പറയും നമ്മളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് വരെ ഞാൻ ശർക്കരയാണ് ഇട്ടത്. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ശർക്കരയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശർക്കരയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അത് തേങ്ങയുടെ കൂടെ ഇട്ട് അങ്ങ് കുഴച്ച് കേട്ടോ. ഒരു ഇച്ചിരി ജീരകവും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മാവങ്ങ് ഇലയിലോട്ടങ്ങ് പരത്തി തേങ്ങയെല്ലാം അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മഴയൊക്കെയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് പെയ്യുന്നത് കേട്ടോ. അടുപ്പത്ത് ചോറും കിടപ്പുണ്ട് വേകാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ഇലയപ്പത്തിൻ്റെ ഒരു സൈഡെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് വേവിക്കണം. കാരണം ഒരു സൈഡിൽ വെന്തിട്ടുണ്ടാവും, എന്നാലും ഒരു സൈഡിൽ ആ ഇലയുടെയൊക്കെ ഒരു മണം വരത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു ഇലയപ്പമൊക്കെ എടുത്ത് കഴിച്ച് കട്ടൻ കാപ്പിയും കൂടെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് കുറഞ്ഞു കേട്ടോ.